Hi all, this is Abhay from Prepwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇതുപോലെ രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിട്ടുള്ളത്. രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ഡിമാൻഡ് കർവിന്റെയും അതുപോലെ സപ്ലൈ കർവിന്റെയും സ്റ്റീപ്നെസ്സും അതെങ്ങനെയാണ് പ്രൈസിനെയും ക്വാണ്ടിറ്റിനെയും അഫക്ട് ചെയ്യാന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് വെൻ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് if the supply curve is steeper then the price change is larger and the change in the amount bought and sold is smaller as compared to the flatter supply curve. അഥവാ സപ്ലൈ കർവ് സ്റ്റീപ്പർ ആവുന്ന സമയത്ത് പ്രൈസിൽ വരുന്ന ചേഞ്ചുകൾ എന്ത് ചെയ്യും, കൂടുതലായിരിക്കും ഇതിനെക്കാട്ടിലും നമ്മളുടെ ക്വാണ്ടിറ്റിയിൽ വരുന്ന ചേഞ്ചിനെക്കാട്ടിലും കമ്പയർഡ് ടു ദ ഫ്ലാറ്റർ സപ്ലൈ കർവ് എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് when supply curve shift, if demand curve is steeper then price change is larger and the change in amount bought and sold is smaller as compared to flatter demand curve എന്നുള്ളത്. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്നാമത് സ്റ്റേറ്റ്മെന്റ് രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണെന്നുള്ളത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് രണ്ട് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെന്നുള്ളത്. മൂന്നാമതായിട്ട് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 1 ട്രൂവും സ്റ്റേറ്റ്മെന്റ് 2 ഫോൾസ് ആണെന്നുള്ളതും. നാലാമത് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 1 ഫോൾസും സ്റ്റേറ്റ്മെന്റ് 2 ട്രൂ ആണെന്നുള്ളതാണ്. സോ എന്താണ് ഇതിന്റെ ആൻസർ നോക്കാം. ഇതിന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ 3 ആണ്. അങ്ങനെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന കാര്യം കറക്റ്റ് ആയിട്ടുള്ളതാണ്. കാരണം നമുക്കറിയാം ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് കർവിന്റെ ഒരു ഗ്രാഫിന് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ വെർട്ടിക്കൽ ആക്സിസിൽ എന്തുണ്ടാവും, പ്രൈസ് ഉണ്ടാവും. അതുപോലെ ഹൊറിസോണ്ടൽ ആക്സിസിൽ അതിന്റെ ക്വാണ്ടിറ്റി ഉണ്ടാവും. അങ്ങനെ ആണെങ്കിൽ ഒരു സ്റ്റീപ്പർ ആയിട്ടുള്ള സപ്ലൈ കർവ് ആണെങ്കിൽ ജസ്റ്റ് ഒരു ഡിമാൻഡ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇമ്പാക്ട് കൂടുതൽ വരിക എന്താണ്, അതിന്റെ പ്രൈസിന്റെ ഭാഗത്താണ്, അല്ലെങ്കിൽ അതിന്റെ വെർട്ടിക്കൽ ആക്സിസിലാണ് അതിന്റെ ഇമ്പാക്ട് കൂടുതൽ വരിക. സോ ആ ഒരു കാര്യം തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത്. പക്ഷെ സ്റ്റേറ്റ്മെന്റ് 2 എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഡിമാൻഡ് കർവ് എന്താണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അപ്പോൾ ഡിമാൻഡ് കർവ് സ്റ്റീപ്പർ ആവുന്ന സമയത്ത് ഇതുപോലെ സപ്ലൈ കർവ് ഷിഫ്റ്റ് ചെയ്യുക, സപ്ലൈ കർവ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇമ്പാക്ട് കൂടുതൽ വരിക എന്തിലാണ്, ക്വാണ്ടിറ്റിയിലാണ് ദാൻ പ്രൈസ്. സോ അതൊരു ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുമാണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 1 മാത്രമാണ്. സോ നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 3. ഇനി വേറൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇത്രേ ഉള്ളൂ. A general linear programming problem which is maximizing the problem in two decision variables x1 and x2 and two resource constraints b1 and b2 can be set up in the following way. Specify the inequality and constraints, also known as resource constraints, as a111 x1 plus a12 x2 less than or equal to b1 and a21 x1 plus a22 x2 less than or equal to b2, and the non-negativity constraint x1 is greater than or equal to 0 and x2 is greater than or equal to 0. Solve the problem and plot the constraint on a graph in x1 and x2. Specify the criterion function which involves maximizing linear function. Option D, optimal solution given by x1 comma x2 can be used to maximum value of the objective function z. So ഇവിടെ നമ്മളുടെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു 5 സ്റ്റെപ്പുകൾ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മളുടെ ക്വസ്റ്റ്യൻ അവർ പറയുന്നത് ഇതിൽ ഏതാണ് അതിന്റെ ഒരു ഓർഡർ നമ്മൾ കറക്റ്റ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിൽ പല സാധനവും പല ഓർഡറിലാണ് ഇവർ തന്നിട്ടുള്ളത്. നമ്മൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ പറയണം. പല ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്, DABC, അതുപോലെ CABD, ഇത്തരത്തില് പല ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മൾ ഏതാണ് കറക്റ്റ് എന്ന് നോക്കാം.
കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ 2 ആണ്. CABD. അതിൽ സി എന്ന് പറയുന്നത് സ്പെസിഫൈ ദ ക്രൈറ്റീരിയൻ ഫംഗ്ഷൻ വിച്ച് ഇൻവോൾവ് മാക്സിമൈസിങ് ഓർ മിനിമൈസിങ് എ ലീനിയർ ഫംഗ്ഷൻ. അഥവാ നമ്മളുടെ ഏതാണ് നമുക്ക് ലീനിയർ പ്രോഗ്രാമിംഗ് ചെയ്യേണ്ടതായിട്ടുള്ള ആ ഫംഗ്ഷൻ അത് സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതാണ് അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്പെസിഫൈ ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിന്റ് ആൻഡ് നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിന്റ് എന്നുള്ളതാണ്. മൂന്നാമതായിട്ടുള്ള സ്റ്റെപ്പ് വരുന്നത് സോൾവ് ദ പ്രോബ്ലം ആൻഡ് പ്ലോട്ട് ദ കൺസ്ട്രെയിന്റ് ഇൻ x1 x2 സ്പേസ് ടു ഡിഫൈൻ ദ ഫീസിബിൾ സൊല്യൂഷൻ റീജിയൻ. നമ്മൾ ഈ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് അതിനെ ഒരു പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനമാണെന്ത് അതിന്റെ മാക്സിമം വാല്യൂ കണ്ടെത്തുക, അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ കണ്ടെത്തല് എന്താണ് ഏറ്റവും അവസാനമായിട്ടാണ്. സോ ഇതിന്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് CABD എന്നുള്ളതാണ്. സോ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വന്നത് ഓപ്ഷൻ 2 ആണ്. ഇനി ഇവിടെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫോർ എ റാൻഡം വേരിയബിൾ എക്സ്, expected value of x minus mu all raised to 4 equal to 16, where mu is equal to expected value of x and expected value of x minus mu square is equal to 2. What is the value of kurtosis for this variable? ഇത്ര ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ട് നമ്മളോട് കുർട്ടോസിസിന്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസ് ഇവിടെ ഉള്ളത് നമുക്ക് ഓപ്ഷൻ 1 4, ഓപ്ഷൻ 2 8, ഓപ്ഷൻ 3 2, അതുപോലെ ഓപ്ഷൻ 4 1 എന്നുള്ളതാണ്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ 1 4 എന്നുള്ളതാണ്. നമുക്ക് എങ്ങനെയാണ് അത് വന്നത് എന്നുള്ളത് നോക്കാം. നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു കാര്യവും കുർട്ടോസിസ് എന്ന് പറയുന്നത് ഒരു വേരിയബിളിന്റെ ടെയിൽനെസ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഹെവിനെസ് ഓഫ് എ ടെയിൽ ഈസ് ദ പ്രോബബിലിറ്റി ഓഫ്, ഒരു വേരിയബിളിന്റെ ടെയിൽനെസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷർ ആണെന്ത് കുർട്ടോസിസ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഇക്വേഷൻ വരുന്നത് എല്ലാ സമയത്തും എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് മൈനസ് മ്യൂ ഹോൾ റേസ്ഡ് ടു 4 divided by expected value of x minus mu raised to 2 whole raised to 2 എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുർട്ടോസിസിന്റെ വാല്യൂ കണ്ടെത്താൻ പറ്റും. അതുപോലെ ഈ ഒരു നമ്മളുടെ നേരത്തെ ക്വസ്റ്റ്യനിൽ തന്നെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് മൈനസ് മ്യൂ ഹോൾ റേസ്ഡ് ടു 4 എന്നുള്ളത് 16 ആണെന്ന് നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് മൈനസ് മ്യൂ സ്ക്വയർ എന്നുള്ളത് 2 ആണെന്നും നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ രണ്ട് ഡീറ്റെയിൽസ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായതുകൊണ്ട് തന്നെ കുർട്ടോസിസിന്റെ വാല്യൂ കണ്ടെത്താൻ ഈസിയാണ്. സോ ഫസ്റ്റ് പോർഷൻ, ഈ ഒരു പോർഷന്റെ വാല്യൂ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അത് 16 ആണ്. 16 ഡിവൈഡഡ് ബൈ ഈ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് മൈനസ് മ്യൂ സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് എവിടെ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് എന്താണ് 2 ആണ്. അപ്പോൾ 2 നമ്മളുടെ ഫോർമുല വരുന്നത് 2 raised to 2 എന്നുള്ളതായതുകൊണ്ട് എന്താ ചെയ്യുക, അവിടെ 2 raised to 2 എന്നുള്ളതും കൊടുക്കുക. സോ 16 ഡിവൈഡഡ് ബൈ 4 എന്നുള്ളതാണ് വരിക. അതിന്റെ ആൻസർ വരുന്നത് 4 ആണ്. സോ ഈ ഒരു റാൻഡം വേരിയബിളിന്റെ കുർട്ടോസിസ് എന്ന് പറയുന്നത് എത്രയാണ്, 4 ആണ്. സോ ഓപ്ഷൻ 1 ആണ് ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അത് ഹോമോജനസ് ഓഫ് ഡിഗ്രി k ആണ് എന്നാണ് തന്നിട്ടുള്ളത്. എന്നിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള പല ഫങ്ഷൻസ് തന്നിട്ട് അതിന്റെയൊക്കെ ഡിഗ്രി ഓഫ് ഹോമോജനസ് ഡിഗ്രി എത്രയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ 4 സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ 4 ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ എന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് കാണാം. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ 3 ആണ്. അപ്പം എന്തുകൊണ്ട് ഓപ്ഷൻ 3 കറക്റ്റ് ആവുന്നു, ബാക്കിയെല്ലാം ഇൻകറക്റ്റ് ആയി എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. ഓപ്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ partial derivative of z divided by partial derivative of x is homogeneous of degree k minus 2 എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x reduces the degree of homogeneity by 1 but making it k minus 1 not k minus 2.
അഥവാ ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ്, ഒരു വേരിയബിൾ മാത്രം ഇൻവോൾവ് ആയിട്ടുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് എല്ലാ സമയത്തും എന്താണ് നമ്മളുടെ കെ അഥവാ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ ഹോമോജിനസ് ഡിഗ്രീനെ ഒരു പോയിന്റ് വെച്ചിട്ടാണ് എന്ത് അതിൽ കുറവ് വരുത്തുക. സോ K-1 ആണ് യഥാർത്ഥത്തിൽ വരേണ്ടത്. നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എന്താണ് K-2 ആണ്. സോ അത് ഒരു ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമതായിട്ടുള്ള നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ വൈ എക്സ് എന്നുള്ളതായിരുന്നു. സോ അവിടെ അവര് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അത് ഹോമോജനസ് ഓഫ് ഡിഗ്രി K-1 ആണ് എന്നുള്ളതാണ്. പക്ഷെ ആ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് കാണേണ്ടത് മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് കാണുന്ന സമയത്ത് ഡിഗ്രി ഓഫ് ഹോമോജിനിറ്റി അതിനെ 2 ആയിട്ട് കുറയ്ക്കും. പക്ഷെ നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 1 ആയിട്ട് കുറയ്ക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ശരിക്കും അവിടെ വരേണ്ടത് K-2 ആണ്. അതുപോലെ പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വന്നത് നമ്മുടെ ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3-യിലാണ് എന്ത് അതൊരു അതൊരു സ്ക്വയർ ഇക്വേഷൻ ആണ്. ആ സ്ക്വയർ ഇക്വേഷനിൽ ഡിഗ്രി ഓഫ് ഹോമോജിനിറ്റിനെ 2 ആയിട്ടാണ് ആ ഒരു അത് കുറയ്ക്കുക. സോ നമ്മളുടെ സ്റ്റേറ്റ്മെന്റിലും തന്നത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. കാരണം K-2 എന്നുള്ളതാണ് ആ സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുള്ളത്. ഇനി നാലാമതായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മിക്സ്ഡ് പാർഷ്യൽ ഡെറിവേറ്റീവിന് 2 ആയിട്ടാണ് കുറയ്ക്കുക. പക്ഷെ നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുള്ളത് K-1 എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ വരുന്നത് K-2 എന്നുള്ളതാണ്. സോ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നമ്മളുടെ ഒരു ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്സിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ ഓരോ ഏതൊക്കെ ഭാഗങ്ങളിലാണ് പല സിസ്റ്റങ്ങൾ നിലനിന്ന് എന്നുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ പല സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നുണ്ട്. ഏത് സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ് ശരി എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഓപ്ഷൻ എ പറയുന്നത് ബംഗാൾ ആൻഡ് ബീഹാർ ഹാഡ് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്, UP ആൻഡ് പഞ്ചാബ് ഹാഡ് റൈറ്റ് വാരി സിസ്റ്റം ആൻഡ് മദ്രാസ് പ്രസിഡൻസി ഹാഡ് മഹൽവാരി സിസ്റ്റം എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഓപ്ഷൻ പറയുന്നത്. രണ്ടാമതായിട്ടുള്ള ഓപ്ഷൻ പറയുന്നത് ഓൾ റീജിയൻസ് ഹാഡ് സെയിം ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പറയുന്നത് ബംഗാൾ ആൻഡ് ബീഹാർ ഹാഡ് പെർമനന്റ് സെറ്റിൽമെന്റ് അറ്റ് UP ഹാഡ് മഹൽവാരി സിസ്റ്റം. അതുപോലെ ഡി വരുന്നത് ബംഗാൾ ആൻഡ് ബീഹാർ ഹാഡ് റൈറ്റ് വാരി സിസ്റ്റം ആൻഡ് മദ്രാസ് പ്രസിഡൻസി ഹാഡ് മഹൽവാരി സിസ്റ്റം. ഓപ്ഷൻ ഇ വരുന്നത് UP ആൻഡ് പഞ്ചാബ് ഹാഡ് മഹൽവാരി സിസ്റ്റം ആൻഡ് ഡെക്കാൻ ആൻഡ് മദ്രാസ് പ്രസിഡൻസി ഹാഡ് റൈറ്റ് വാരി സിസ്റ്റം എന്നുള്ളതാണ്. ഇതിലിപ്പം ഈ ഒരു പല സിസ്റ്റത്തിനെ കുറിച്ചും അറിയുന്നില്ലെങ്കിൽ പോലും ഏകദേശം നമുക്ക് ഒരു ചില ഓപ്ഷൻസ് ഇതിൽ കട്ട് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. കാരണം ഓപ്ഷൻ ബി എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്ത്യയിലെ പല ഭാഗത്ത് നിന്നിരുന്നത് പല ലാൻഡ് റവന്യൂ സിസ്റ്റങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ഒരിക്കലും ഒരു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആവില്ല. സോ നമുക്ക് ഇതിലെ ഓപ്ഷൻ 3 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. പിന്നെ ഉള്ളത് നമുക്ക് 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഇതിലെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ചില ഓപ്ഷൻസ് കോൺട്രഡിക്ടറി ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയും ഇയും എന്ന് പറയുന്നത് എന്താണ്, കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എയില് മദ്രാസ് പ്രസിഡൻസി ഹാഡ് മഹൽവാരി സിസ്റ്റം എന്നാണ് പറയുന്നതെങ്കിൽ അതിന്റെ ഓപ്ഷൻ ഇയിൽ തന്നെ പറയുന്നത് എന്താണ്, മദ്രാസ് പ്രസിഡൻസി ഹാഡ് റൈറ്റ് സിസ്റ്റം എന്നുള്ളതാണ്. സോ ഇത് രണ്ടും ഒരിക്കലും ഒരുമിച്ച് വരില്ല എന്നുള്ളത്. അതുപോലെ അത്തരത്തിൽ ഓരോ സ്റ്റേറ്റ്മെന്റ് നോക്കി കഴിഞ്ഞാലും ചിലത് കോൺട്രഡിക്ടറി ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഈവൻ ആ ഒരു ടോട്ടൽ ആയിട്ടുള്ള ആൻസർ നമ്മളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും ഇത്തരത്തില് ഓരോ ഓപ്ഷൻസ് നമുക്ക് അതിനൊക്കെ ജസ്റ്റ് ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്തിട്ട് നമുക്ക് ചില ഓപ്ഷൻസ് നമുക്ക് കളഞ്ഞ് അറ്റ്ലീസ്റ്റ് നമുക്ക് 1-2 ഓപ്ഷനിലേക്ക് ടോട്ടൽ ക്വസ്റ്റ്യനെ ചുരുക്കാൻ വേണ്ടി പറ്റും. സോ ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 C and E എന്നുള്ളതാണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാല് ബംഗാൾ ആൻഡ് ബീഹാർ ഹാഡ് പെർമനന്റ് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ സെമിൻഡാരി സിസ്റ്റം എന്ന് പറയാം. അത് ബംഗാളിലും ബീഹാറിലും ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുപോലെ UP-യിലും അതുപോലെ പഞ്ചാബിലെ ചില ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ടായിരുന്നത് മഹൽവാരി സിസ്റ്റം ആയിരുന്നു. അത് തന്നെയാണ് ഓപ്ഷൻ ഇയിലും പറയുന്നത്. UP-യിലും പഞ്ചാബിലും മഹൽവാരി സിസ്റ്റം ഉണ്ടായിരുന്നു.
പിന്നെ അതുപോലെ ഡെക്കാന്, അതുപോലെ മദ്രാസ് പ്രസിഡൻസി, ഇവിടെ ആയിരുന്നു എന്ത് റൈറ്റ് വാരി സിസ്റ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാ ഓപ്ഷൻസിലും ഏതെങ്കിലും തരത്തിലുള്ള ചില ചില ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് നമ്മളുടെ ഓപ്ഷൻ 4 കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി ഇവിടെ ഒരു അസേഷനും റീസണും ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഒന്നാമതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് അക്കോർഡിംഗ് ടു ദ തിയറം ഓഫ് വെൽഫെയർ എക്കണോമിക്സ് എ കോമ്പറ്റേറ്റീവ് ഇക്വിലിബ്രിയം ഈസ് പരേറ്റോ എഫിഷ്യന്റ്. റീസൺ ആയിട്ട് പറയുന്നത് അക്കോർഡിംഗ് ടു വാൾറസ് ലോ ദ വാല്യൂ ഓഫ് അഗ്രഗേറ്റ് എക്സസ് ഡിമാൻഡ് ഈസ് 0 ഫോർ ഓൾ പ്രൈസസ്. ഇനി ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് ബോത്ത് എ ആൻഡ് ആർ ട്രൂ. ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് രണ്ടും ട്രൂ ആണ്, പക്ഷെ ആറ് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്നുള്ളത്. മൂന്നാമതായിട്ട് പറയുന്നത് എ ട്രൂ ആർ ഫാൾസ് ആണെന്നുള്ളത്. നാലാമത് പറയുന്നത് എ ഫാൾസും ആർ ട്രൂ ആണ് എന്നുള്ളത്. സോ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. അത് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് തിയറം ഓഫ് വെൽഫെയർ എക്കണോമിക്സിൽ യഥാർത്ഥത്തിൽ പറയപ്പെടുന്നത് കോമ്പറ്റേറ്റീവ് ഇക്വിലിബ്രിയം പരേറ്റോ എഫിഷ്യന്റ് ആണ് എന്നുള്ളത് തന്നെയാണ്. ബാക്കിയുള്ള സിസ്റ്റം പരേറ്റോ എഫിഷ്യന്റ് അല്ല എന്നും അതിനൊരു അർത്ഥമുണ്ട്. അതിന് കാരണമായിട്ട് വാൾറാസ് ലോ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ മേജർ ആയിട്ടുള്ള ഒരു അസംഷൻ ആണത് വാൾറാസ് ലോ. അതാണ് ഓപ്ഷൻ അഥവാ നമ്മളുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. Walras law, which states that value of aggregate excess demand is 0 for all prices, is a fundamental condition for the existence of a competitive equilibrium. So, R is a correct explanation of A എന്നുള്ളതാണ്. ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. ഇനി ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇഫ് യു ഡ്രോ എ റാൻഡം സാമ്പിൾ ഓഫ് സൈസ് 25 from a population whose standard deviation is 10, what will be the standard error of a sample mean എന്നുള്ളതാണ്. നമുക്കിവിടെ റാൻഡം സാമ്പിളിന്റെ സൈസ് തന്നിട്ടുണ്ട്, അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുന്നത് സ്റ്റാൻഡേർഡ് എറർ എത്രയാ, പർട്ടിക്കുലർ സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് എറർ എത്രയാണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ 1 20 എന്ന് പറയുന്നുണ്ട്, ഓപ്ഷൻ 2 എന്ന് പറയുന്നുണ്ട്, ഓപ്ഷൻ 3 4 എന്ന് പറയുന്നുണ്ട്, ഓപ്ഷൻ 4 0.4 എന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് ഇതിൽ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് നോക്കാം. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ 2 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അങ്ങനെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം സ്റ്റാൻഡേർഡ് എററിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ സാമ്പിൾ റൂട്ട് ഓഫ് സാമ്പിൾ സൈസ് എന്നുള്ളതാണ്. ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് നേരത്തെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നു 10 ആണെന്ന് തന്നിട്ടുണ്ട്, അതുപോലെ സാമ്പിൾ സൈസ് 25 ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 10 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 25 എന്നുള്ളത് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ 10 ഡിവൈഡഡ് ബൈ 5 വിച്ച് ഇസ് 2. സോ ഈ ഒരു ക്വസ്റ്റ്യനിലെ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് 2 ആണ്. ഇനി ഒരു മാച്ച് ദ ഫോളോവിംഗ് ആണ്. ഡൻഡി മാർച്ച് തന്നിട്ടുണ്ട്, സ്വദേശി മൂവ്മെന്റ്, ചമ്പരൻ മൂവ്മെന്റ്, ഡെക്കാൻ റൈറ്റ്. അപ്പം ഇതിന്റെ ഒക്കെ ഒരു അൾട്ടിമേറ്റ് എയിം എന്തായിരുന്നു എന്നുള്ളതാണ് ലിസ്റ്റ് 2 തന്നിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലെ ഡൻഡി മാർച്ചിനെ കുറിച്ച് എല്ലാവർക്കും ചെറിയൊരു ധാരണ ഉണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. സോ ഇതിലെ ഡൻഡി മാർച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സോൾട്ട് പ്രൊഡക്ഷനിൽ സ്റ്റേറ്റിന്റെ മൊണോപ്പൊളി എതിരെ വേണ്ടിയിട്ടായിരുന്നത്. സ്റ്റേറ്റിന്റെ മൊണോപ്പൊളി ആ ഒരു സോൾട്ട് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടാണ് ഡൻഡി മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ സ്വദേശി മൂവ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഡി ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ വേണ്ടിയിട്ടാണ്. സോ ഈ 2 ഓപ്ഷൻസ് അറിഞ്ഞാൽ, ഇത് മാത്രം അറിഞ്ഞെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മാച്ച് ദ ഫോളോവിങ് ഫുൾ അല്ലെങ്കിൽ ഈ 2 ലിസ്റ്റ് 1 ലിസ്റ്റ് 2 നമുക്ക് മാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇവിടെ പല മാച്ചിങ്ങുകൾ തന്നിട്ടുണ്ട്. ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്, അഥവാ A3 അഥവാ ഡൻഡി മാർച്ച് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ് മൊണോപ്പൊളി ഓവർ സാൾട്ട് പ്രൊഡക്ഷൻ എന്നുള്ള ഒരു എയിമിന് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ പോലെ സ്വദേശി മൂവ്മെന്റ് ഡി ഇൻഡസ്ട്രിയലൈസേഷന് വേണ്ടിയിട്ടായിരുന്നു. ചമ്പരൻ മൂവ്മെന്റ് പെസൻസിന്റെ കടം അതിനൊക്കെതിരെ വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ ഡെക്കാൻ റൈറ്റും ഇതുപോലെ പെസന്റ് ഫ്രീഡം ഓവർ ചോയ്സ് ഓഫ് ക്രോപ്പ്, അവർക്ക് ഏത് വിളയിൽ കൃഷി ഇറക്കണം എന്നുള്ള തീരുമാനം കിട്ടാനുള്ള റൈറ്റിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു
ആ ഒരു ഡെക്കാൻ റൈറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. സോ ഓപ്ഷൻ 4 A3 B4 C1 D2 എന്നുള്ള ആ ഒരു മാച്ചിങ് ആണ് ഇത് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. ആ സ്റ്റേറ്റ്മെന്റിൽ ഒരു പർട്ടിക്കുലർ വേർഡ് മിസ്സായിട്ടുണ്ട്. അപ്പൊ അത് എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഡാനിയൽ തോർണർ refer to colonial investment in dash as private investment at public risk എന്നുള്ളതാണ്. ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്, റെയിൽവേസ് ആണ്. ഡാനിയൽ തോർണർ റെയിൽവേസിനെ കുറിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. അത് പറയാനുള്ള ഒരു കോണ്ടെക്സ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ സമയത്ത് ഇന്ത്യയിൽ അവര് റെയിൽവേ ബിൽഡ് ചെയ്തിരുന്നത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ ബേസിലായിരുന്നു. പക്ഷെ അത്തരം ആ ഒരു കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഒരുപാട് സപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ മറ്റ് ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് അറ്റ് പബ്ലിക് റിസ്ക് എന്നായിരുന്നു എന്ത് ഡാനിയൽ തോർണർ റെയിൽവേ കൺസ്ട്രക്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ ഒരു ടാക്സ് ഇമ്പോസ് ചെയ്യുന്നതിനെ കുറിച്ച് അതിന്റെ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടൊക്കെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ ഏറ്റവും കറക്റ്റ് ആവാൻ സാധ്യതയുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് എ ടാക്സ് ഓൺ കമ്മോഡിറ്റി ക്രിയേറ്റ് വെഡ്ജ് ബിറ്റ്വീൻ പ്രൈസ് ദ ബയർ പേ ആൻഡ് ദ പ്രൈസ് വിച്ച് സെല്ലർ റിസീവ്. ഒരു ടാക്സ് ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഭയങ്കര ഒബ്വിയസ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് എന്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു കടയിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന സമയത്ത് ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ മിൽക്കിന് വേണ്ടിയിട്ട് ഒരു 12 രൂപ കൊടുക്കുന്ന സമയത്ത് അതിൽ 2 രൂപ മേ ബി ടാക്സ് ആവും. സോ ബയ്യർ കൊടുക്കുന്ന പ്രൈസും അതുപോലെ സെല്ലർ റിസീവ് ചെയ്യുന്ന പ്രൈസും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം ഉണ്ടാവും. കാരണം ഈ 2 രൂപ സെല്ലർ എന്ത് ചെയ്യണം, ഗവൺമെന്റിലേക്ക് ടാക്സ് ആയിട്ട് കൊടുക്കണം. സോ അയാളുടെ കയ്യിൽ അവസാനമായിട്ട് ഉണ്ടാകുന്നത് 10 രൂപയാവും എന്നുള്ളതാണ്. സോ അതൊരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ അതുപോലെ പോസ്റ്റ് ടാക്സ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഇൻക്രീസസ് എന്നുള്ളതാണ് രണ്ടാമത് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇഫ് സപ്ലൈ ഇസ് മോർ എലാസ്റ്റിക് ദാൻ ഡിമാൻഡ് ദെൻ ടാക്സ് ബർഡൻ ഫാൾ മോർ ഹെവിലി ഓൺ ബയർ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇഫ് ഡിമാൻഡ് ഇസ് മോർ എലാസ്റ്റിക് ദാൻ സപ്ലൈ ദെൻ ടാക്സ് ബർഡൻ ഫാൾ മോർ ഹെവിലി ഓൺ ബയർ. അതുപോലെ ഇമ്പോസിഷൻ ഓഫ് ടാക്സ് ഇൻക്രീസസ് ഡെഡ് വെയ്റ്റ് ലോസ് എന്നുള്ളതാണ്. സോ ഈ ഒരു അഞ്ച് സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളത് നോക്കാം. ഓപ്ഷൻ 1 ACE എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് എന്നാണ് പറയുന്നത്. അതിൽ എ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പ്രൈസ് ബയ്യർ കൊടുക്കുന്ന പ്രൈസും സെല്ലർ റിസീവ് ചെയ്യുന്ന പ്രൈസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ടാക്സ് ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും. ഇനി അടുത്തൊരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇഫ് സപ്ലൈ ഇസ് മോർ എലാസ്റ്റിക് ദാൻ ഡിമാൻഡ് ദെൻ ടാക്സ് ബർഡൻ ഫാൾ മോർ ഹെവിലി ഓൺ ബയ്യർ എന്നുള്ളതാണ്. കാരണം സപ്ലൈ ഭയങ്കര എലാസ്റ്റിക് ആവുന്ന സമയത്ത് ഇപ്പം ചെറിയൊരു പ്രൈസ് വേരിയേഷന് പോലും സപ്ലൈ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സമയത്ത് സെല്ലർ ക്യാൻ അഡ്ജസ്റ്റ് മോർ ഈസിലി ടു ദ ടാക്സസ് ആൻഡ് ബയർ എൻഡ് അപ്പ് പേയിങ് എ ലാർജ് ഷെയർ ഓഫ് ദ ടാക്സ് ബർഡൻ എന്നുള്ളതാണ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വരുന്നത്. പിന്നെ അതുപോലെ കറക്റ്റ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഇ ആണ്, ഇമ്പോസിഷൻ ഓഫ് ടാക്സ് വെയ്റ്റ് ഡെഡ് വെയ്റ്റ് ലോസ് എന്നുള്ളതാണ്. ടാക്സ് കാരണം കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ടാക്സുകൾ എന്ന് പറയുന്നത് ഡെഡ് വെയ്റ്റ് ലോസ് അല്ലെങ്കിൽ എഫിഷ്യൻസി ലോസ് ഉണ്ടാക്കും എന്നുള്ളതാണ് എന്ത് പറയപ്പെടുന്നത്. സോ ഈ ഒരു 3 ACE എന്നുള്ളത് നമ്മളുടെ ഓപ്ഷൻ 1 പറഞ്ഞിട്ടുള്ളത്. സോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.